കൊക്കേഡാമ ഒരു ജപ്പാനീസ് കൃഷി രീതിയാണ് കേട്ടോ. ഇത് പേര് പോലെ തന്നെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈപ്പിൽ നമ്മളെ ചെടികളൊക്കെ ഒന്ന് അലങ്കരിക്കുന്ന രീതിയാണിത്. അപ്പോൾ നമ്മളെ ഗാർഡനൊക്കെ കുറച്ച് വ്യത്യസ്ത രീതിയിൽ കൊണ്ടുപോകണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് കൊക്കേഡാമ നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു 3 രീതിയിൽ നമുക്ക് കൊക്കേഡാമ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നതാണ് കാണിച്ചു തരാൻ പോകുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇതുപോലൊരു പാത്രം വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ആ ഒരു സ്ട്രക്ചറിൽ ഇത് ചെയ്തെടുക്കാൻ വളരെ ഈസി ആയിരിക്കും. ഞാൻ ഇതുപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഷീറ്റും കൂടി ഇടുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ വീട്ടിലെ ചകിരി ഇല്ലേ, ആ ഒരു ചകിരിയാണ് ഇതുപോലെ എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ കംപ്ലീറ്റ്ലി നമ്മളെ സൈസ് അനുസരിച്ച് ഇതിനകത്ത് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചെടുക്കണം. ഒരു കിളിക്കൂട് പോലെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പോട്ടി മിക്സ് നിറച്ചു കൊടുക്കാവുന്നതാണ്. നിങ്ങൾ ചെയ്യുന്ന രീതി അനുസരിച്ച് തന്നെ പോട്ടി മിക്സ് നിറച്ചു കൊടുക്കുക. ഇനി ഏത് ചെടിയാണോ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് വിചാരിച്ചാൽ ആ ഒരു ചെടി ഇതിനകത്തേക്ക് ഇറക്കി വെച്ച് കൊടുക്കേണ്ടതാണ്. ഒന്ന് ജസ്റ്റ് അളവും കാര്യങ്ങളൊക്കെ ഒന്ന് എടുക്കുക. ഇനി നമ്മൾ കുറച്ചുകൂടി ഇതിനകത്ത് പോട്ടി മിക്സ് മേലെ ഭാഗത്ത് ഇട്ട് കൊടുത്താൽ ഇത് നമുക്ക് കറക്റ്റ് ആ ഒരു സൈസിൽ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ വെള്ളമൊക്കെ നനയ്ക്കുക, സ്പ്രേ രീതിയിലായിരിക്കും. ഇതുപോലെ നല്ല രീതിയിലൊന്ന് ഒരു ഭംഗിയിലൊക്കെ നമ്മൾ നൂല് വെച്ചിട്ട് ഇതുപോലെ കെട്ടി കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അങ്ങനെ നമ്മൾ നല്ല ടൈറ്റിൽ തന്നെ ഇത് കെട്ടി കൊടുക്കുക, അതായത് അയിഞ്ഞ് വീണ് പോവരുത്. അപ്പം നല്ല രീതിയിലൊന്ന് കെട്ടി കൊടുക്കുക. ചുറ്റും ഒന്ന് വൃത്തിയാക്കി കൊടുക്കാം. നമ്മൾ ആ ഒരു ചകിരിയൊക്കെ നല്ല ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ചുറ്റുള്ള ചകിരികളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് സെറ്റാക്കി കൊടുക്കാം. അപ്പൊ നമ്മൾ ഫൈനലി ഇതുപോലെയാണ് ഉണ്ടാവുക കേട്ടോ. ഇതാണ് നമ്മളെ ആദ്യത്തെ ഒരു കൊക്കേഡാമ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നതാണ് ഇതിന്റെ തനതായിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത്. ഇതിന് ശരിക്കും മോസ് ബോൾ എന്നൊരു പേരുണ്ട് കേട്ടോ. കാരണം ഇത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ചളിയിൽ വെച്ചിട്ട് ഇതിന്റെ ചുറ്റും നമ്മൾ മോസസ് പറിച്ചിട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കുന്ന ഒരു രീതി ഉണ്ട്. അപ്പൊ അത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. പക്ഷെ ഇപ്പൊ എന്ന് പറയുന്നത് മോസിന്റെ സീസൺ അല്ല, നല്ല വേനൽക്കാലം ആയതുകൊണ്ട് കരിഞ്ഞു പോയതുകൊണ്ട് തന്നെ ഞാനത് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ ഇതുപോലെ കുറച്ച് മണ്ണ് എടുത്തിട്ടുണ്ട്. ഒരു ചളി ടൈപ്പ് മണ്ണാണ് നല്ലത്. എന്നിട്ട് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ല ഒരു ചളി രീതിയിൽ തന്നെ ഇതാക്കി എടുക്കും ട്ടോ. നമ്മളിപ്പോൾ മൈദമാവൊക്കെ കുഴയ്ക്കുന്ന ഒരു രീതിയിലെ അങ്ങനത്തെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഈ ഒരു മണ്ണ് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഞാൻ ചെറിയൊരു ബൗളാണ് എടുത്തിട്ടുള്ളത്. നേരത്തെ ചെയ്ത പോലെ തന്നെ പ്ലാസ്റ്റിക്കിന്റെ കവർ ഇറക്കി കൊടുക്കുന്നുണ്ട്. നമ്മളിതാ ഇതുപോലെ അടിയിൽ കുറച്ച് ഇതുപോലെ മണ്ണിട്ട് കൊടുത്തതിന് ശേഷം, മണ്ണല്ല ആ ചളി ഇട്ട് കൊടുത്തതിന് ശേഷം ചെടികൾ നട്ടു കൊടുക്കുക. ഇതെല്ലാം കൂടി നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ ഒന്ന് സെറ്റ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു പ്ലാസ്റ്റിക്കിന്റെ കവർ ഇട്ടുകൊണ്ടാണ് കേട്ടോ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പൊ അതാ ഫൈനലി നമുക്ക് ഈ ഒരു റിസൾട്ടാണ് കിട്ടുക. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മോസസ് സെറ്റ് ചെയ്ത് കൊടുക്കാറ്. പക്ഷെ ഇപ്പൊ മോസസ് കിട്ടാത്തത് കൊണ്ട് ഞാൻ മറ്റൊരു മോസസ് തന്നെ വേണമെന്നില്ല, നമുക്ക് ഇതുപോലുള്ള ഏതെങ്കിലും ഇലകളായാലും മതി. മോസസ് ആകുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. നേരത്തെ ചെയ്തതുപോലെ തന്നെ നൂല് യൂസ് ചെയ്തിട്ട് നമ്മൾ നല്ല രീതിയിൽ ഇതൊന്ന് ഇതുപോലെ മുറുക്കി കെട്ടി കൊടുക്കുന്നുണ്ട്. എന്നാലേ അത് സെറ്റായിട്ട് കിട്ടുള്ളൂ. ബാക്കി ഭാഗങ്ങളൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്തും കൂടി എടുക്കുന്നുണ്ട്. കൊക്കേഡാമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടൈപ്പാണ് കേട്ടോ. കാരണം നമ്മളൊക്കെ വീട്ടിൽ ഇതുപോലെയുള്ള പച്ച ഷീറ്റ് കാണും. അതിനകത്തേക്ക് നമ്മൾ മണ്ണ് നിറച്ചു കൊടുത്തിട്ട് ഏത് ചെടിയാണോ നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ചെടി ഇറക്കി കൊടുത്തിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ കുറച്ച് പോട്ടി മിക്സും കൂടി ഇതിന്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മുറുക്കി കെട്ടിക്കൊടുക്കുന്ന രീതിയാണിത്. ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിലാണ് ഇതും കാണുക. ഇതാകുമ്പോൾ നമ്മൾ അങ്ങനെ മണ്ണ് വീണ് പോകുന്നുള്ള പ്രശ്നമൊന്നുമില്ല കേട്ടോ. കാരണം ഈ ഒരു ഷീറ്റിനുള്ളിലായതുകൊണ്ട് തന്നെ നല്ല വൃത്തിക്കും നമുക്ക് കിട്ടും. അങ്ങനെ ഇങ്ങനത്തെ 3 രീതിയാണ് നമ്മളിപ്പോൾ
തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ 3 രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള കൊക്കൈഡാമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏത് ടൈപ്പാണ് ഇഷ്ടമായത്, അല്ലെങ്കിൽ ഏതാണ് കുറച്ചുകൂടി എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മുടെ ഗാർഡനൊക്കെ കുറച്ച് വെറൈറ്റി ആയിട്ട് ഒരുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് കൊക്കൈഡാമ നല്ലൊരു ഓപ്ഷൻ ആണ് കേട്ടോ. ഇത് നമുക്ക് ഹാങ് എല്ലാം ചെയ്ത് വെക്കാം. ഹാങ് ചെയ്ത് വെക്കുന്ന സമയത്ത് നമ്മൾ കമ്പിയെല്ലാം നൈസ് ആയിട്ടുള്ള കമ്പിയെല്ലാം യൂസ് ചെയ്ത് ഹാങ് ചെയ്യുന്ന സമയത്തില്ലേ, ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെ വായുവിൽ നിൽക്കും പോലെ ഉണ്ടാവും. അതായത് അതൊരു കൊളുത്തിട്ട ഒരു ഫീൽ ഒന്നും ഉണ്ടാവില്ല. അതിങ്ങനെ വായുവിൽ ഇങ്ങനെ ബോൾ പോലെ അങ്ങനെ നിൽക്കുന്നത് പോലെ ഉണ്ടാവും. നല്ല അടിപൊളിയായിരിക്കും കാണാൻ. അതിന്റെ ഇമേജസ് ഞാൻ സൈഡിൽ കൊടുക്കട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ നമ്മളെ ഗാർഡനൊക്കെ വ്യത്യസ്ത രീതിയിൽ ഒരുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് കൊക്കൈഡാമ നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇത്തരം യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഇനിയും വരും. എപ്പോഴും പറയുമ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോസ് ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നവരെ ബൈ.